വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിൽ നടത്തിയ സമരത്തിൽ കേസെടുത്ത് കന്റോൺമെന്റ് പോലീസ്. ഗതാഗത തടസ്സമുണ്ടാക്കിയെന്ന കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. എന്തുവന്നാലും സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, 3 മാസത്തെ കുടിശ്ശിക നൽകുക, ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ വർക്കർമാർ 7 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരമിരിക്കുന്നത്. നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓണറേറിയത്തിന് മാനദണ്ഡം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പിൻവലിക്കുക. എല്ലാ മാസവും ഇവിടുത്തെ ആരോഗ്യമന്ത്രി ശമ്പളം വാങ്ങിക്കുന്ന അതേ ദിവസം തന്നെ ആശാപ്രവർത്തകർക്ക് ശമ്പളം കൊടുക്കണം. ഈ സമരത്തിലാണ് ഗതാഗത തടസ്സമുണ്ടാക്കിയെന്ന കുറ്റം ചുമത്തി ആശാ വർക്കർമാർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ചോദ്യം ചെയ്യലിനെത്താൻ പോലീസ് നോട്ടീസ് നൽകി. കേസിനെ വേണ്ട രീതിയിൽ നേരിടുമെന്നും ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും ആശാ വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. അത്തരം കേസുകളൊന്നും നമ്മളെ സമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കില്ല. ഈ കേസ് നമ്മൾക്കെതിരെ എടുക്കുന്ന ആളുകൾക്കും അറിയാലോ, ഇവിടെ ഒരു ജനകീയ സമരത്തെ അല്ലെ ഇത്തരത്തിലുള്ള ഒരു തൊഴിൽ സമരത്തെയും കേസ് കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ട് ഭയപ്പെടുത്താനോ പിന്തിരിപ്പിക്കാനോ കഴിയില്ല എന്നുള്ളത് ഒന്ന്. ഇവിടെ വന്നിരിക്കുന്ന സ്ത്രീകളെല്ലാം ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉയർത്തുന്ന ഡിമാൻഡുകൾ നേടിയെടുത്തുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് നമ്മൾ പിന്മാറത്തുള്ളൂ. ആശാ വർക്കർമാരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് എന്ന ധനമന്ത്രി KN ബാലഗോപാലിന്റെ പരാമർശത്തെയും ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയാണിവർ. നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞത് ഇവിടെ ആരൊക്കെയോ രാഷ്ട്രീയ പ്രേരിതമായി ഈ ആട്ടിത്തെളിച്ചുകൊണ്ട് വന്നവരാണ്. ഏജൻസികൾ, ഇവരെ കൊണ്ടുവന്ന ഏജൻസികളോട് ഇവർ ചോദിക്കണമെന്ന്. അദ്ദേഹം ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയൊക്കെ വളർന്നു വന്ന ഒരു വിദ്യാർത്ഥി നേതാവായിരുന്നു. ഇപ്പോൾ ഇവിടെ മന്ത്രിയായിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയത്തില്ല എങ്ങനെയാണ് തൊഴിലാളി സമരങ്ങൾ വളർന്നു വരുന്നത്, എങ്ങനെയാണ് സമരം ചെയ്യുന്നതെന്ന് അറിയാവുന്ന ആളല്ലേ. ഇവിടെ സ്ത്രീകളായതുകൊണ്ട് ഇവർക്ക് തലച്ചോറില്ലെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പദപ്രയോഗം തന്നെ ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. ഫെബ്രുവരി 20 വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാ വർക്കർമാരുടെ മഹാസംഗമവും സംഘടിപ്പിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.